5ാം ക്ലാസ്സിലെ ലിസാനിലെ മാളിയുടെ സൊർഫാക്കുന്ന 14 രൂപങ്ങളിൽ ആദ്യത്തെ 6 കഴിഞ്ഞ വീഡിയോയിലുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള 14 രൂപങ്ങളിൽ ബാക്കിയുള്ളത് പഠിക്കാം. മാളി മുഫ്രദ് ഏകവചനം, മുസന്ന ദ്വിവചനം, ജംഅ് ബഹുവചനം. മുദക്കർ പുല്ലിംഗം, മുഅന്നസ് സ്ത്രീലിംഗം. ആയിബ് സാന്നിധ്യത്തിലില്ലാത്തത്, മുഖാത്തബ് സാന്നിധ്യത്തിലുള്ളത്. ഇതുപോലെ ഒരു കോളം തയ്യാറാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം. കത്തബ എന്ന ഒരു ഫീല്, ഒരു പ്രവൃത്തി ചെയ്തു. കത്തബ എഴുതി, അവൻ എഴുതി. ഈ കത്തബ എന്നതിൻ്റെ 14 രൂപങ്ങളാണ് പഠിക്കുന്നത്. കത്തബ അവൻ എഴുതി, കത്തബ അവർ 2 പേർ എഴുതി, കത്തബു അവർ 2-ൽ കൂടുതൽ പുരുഷന്മാർ എഴുതി. കത്തബ എന്നതും കത്തബ എന്നതും കത്തബു എന്നതും പുരുഷന്മാർ, മുദക്കറാണ്. ഇനി അതിൻ്റെ മുഅന്നസ് കത്തബത്ത് അവൾ എഴുതി, കത്തബത്ത അവർ 2 സ്ത്രീകൾ എഴുതി, കത്തബ്ന 2-ൽ കൂടുതൽ സ്ത്രീകൾ എഴുതി. അതുപോലെ തന്നെ ഈ 2 കോളത്തിലുള്ളത് ഗായിബാണ്, സാന്നിധ്യത്തിലില്ലാത്തതിനെ സൂചിപ്പിക്കാനാണ്. അവൻ എഴുതി, അവൾ എഴുതി എന്നതിനെ സൂചിപ്പിക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. അടുത്തത് കത്തബത്ത. കത്തബത്ത എന്നാൽ നീ എഴുതി. കത്തബത്ത എന്നാൽ ഒരു പുരുഷനോട് നീ എഴുതി എന്നതിനെ സൂചിപ്പിക്കാൻ കത്തബത്ത. ഇതിൻ്റെ ഉദാഹരണം ഹൽ കത്തബത്ത, നീ എഴുതിയിട്ടുണ്ടോ. ഹൽ എന്നാൽ ഉണ്ടോ. ഹൽ കത്തബത്ത നീ എഴുതിയിട്ടുണ്ടോ. ഹൽ ഖറഅത നീ ഓതിയിട്ടുണ്ടോ. ഹൽ ഖറഅത്തൽ ഖുർആന നീ ഖുർആൻ ഓതിയിട്ടുണ്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ അടുത്തത് കത്തബത്തുമ. കത്തബത്ത നീ എഴുതി. കത്തബത്തുമ നിങ്ങൾ 2 പേർ എഴുതി. കത്തബത്ത എന്നത് ഒരു പുരുഷനോട് നീ എഴുതി എന്ന് പറയാൻ കത്തബത്തുമ നിങ്ങൾ 2 പേർ എഴുതി. ഇത് മുസന്നയാണ് അല്ലേ, 2 പേർ എഴുതി. ഇതിനുദാഹരണം ഹൽ കത്തബത്തുമ നിങ്ങൾ 2 പേർ എഴുതിയിട്ടുണ്ടോ. ഹൽ ഖറഅതുമ നിങ്ങൾ 2 പേർ ഓതിയിട്ടുണ്ടോ. ഇനി 2-ൽ കൂടുതൽ പുരുഷന്മാരോടാണ് ചോദിക്കുന്നതെങ്കിൽ കത്തബത്തും നിങ്ങൾ 2-ൽ കൂടുതൽ പുരുഷന്മാർ എഴുതി. കത്തബത്തും. ഉദാഹരണത്തിന് ഹൽ കത്തബത്തും നിങ്ങൾ കൂടുതൽ പുരുഷന്മാർ എഴുതിയിട്ടുണ്ടോ. ഇനി അതിൻ്റെ മുഅന്നസ് നോക്കാം. സ്ത്രീലിംഗം കത്തബത്തി നീ എഴുതി. ഒരു സ്ത്രീയോട് നീ എഴുതി എന്നതിന് കത്തബത്തി. അതിൻ്റെ ഉദാഹരണം ഹൽ കത്തബത്തി നീ എഴുതിയിട്ടുണ്ടോ എന്നൊരു സ്ത്രീയോട് ചോദിക്കാൻ കത്തബത്തി, ഹൽ കത്തബത്തി. ഇനി 2 സ്ത്രീകളോടാണെങ്കിൽ കത്തബത്തുമാ നിങ്ങൾ 2 പേർ എഴുതിയിട്ടുണ്ടോ. 2 സ്ത്രീകളുണ്ടെങ്കിൽ ഹൽ കത്തബത്തുമാ നിങ്ങൾ 2 പേരും എഴുതിയിട്ടുണ്ടോ. 2 പുരുഷന്മാരോടാണെങ്കിലും കത്തബത്തുമാ നിങ്ങൾ 2 പുരുഷന്മാർ എഴുതി. സ്ത്രീകളാണെങ്കിലും കത്തബത്തുമാ നിങ്ങൾ 2 സ്ത്രീകൾ എഴുതി. ഇനി അടുത്തത് 2-ൽ കൂടുതൽ സ്ത്രീകളുണ്ടെങ്കിൽ കത്തബത്തുന്ന നിങ്ങൾ കൂടുതൽ സ്ത്രീകൾ എഴുതി. കത്തബത്തുന്ന. ഉദാഹരണത്തിന് ഹൽ കത്തബത്തുന്ന നിങ്ങൾ കൂടുതൽ സ്ത്രീകൾ എഴുതിയിട്ടുണ്ടോ. ഹൽ കത്തബത്തുന്ന വാജിബാത്തുൽ മൻസിലിയത്ത നിങ്ങളെല്ലാവരും ഹോംവർക്കുകൾ എഴുതിയിട്ടുണ്ടോ. സ്ത്രീകളോടാണ് ചോദിക്കുന്നതെങ്കിൽ. ഇതിന് കൂടുതൽ സ്ത്രീകളോട് നിങ്ങൾ എഴുതി എന്നതിന് കത്തബത്തുന്ന ഉപയോഗിക്കുന്നു. കത്തബത്തു എന്നത് ഞാൻ എഴുതി.
ഒരു സ്ത്രീയോടാണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും ഞാൻ എഴുതി എന്നതിന് കത്തബത്തു. ഉദാഹരണത്തിന് ഹൽ കത്തബത്തി, നീ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നഅം കത്തബത്തു, അതെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഒരു സ്ത്രീ പറയും. ഹൽ കത്തബത്ത, നീ എഴുതിയിട്ടുണ്ടോ എന്നൊരു പുരുഷനോട് ചോദിച്ചാൽ നഅം കത്തബത്തു, അതെ ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് ഒരു പുരുഷൻ പറയും. അടുത്തത് കത്തബ്ന, ഞങ്ങൾ എഴുതി. ഞങ്ങൾ എഴുതിയെന്ന് എപ്പോഴാണ് പറയാം? ഹൽ കത്തബ്തുന്ന എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നാം കത്തബ്ന, അതെ ഞങ്ങൾ എഴുതി. മാളിയുടെ സർഫാക്കുന്ന 14 രൂപങ്ങളാണിത്. ഈ 14നും 14 അർത്ഥങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കണം. ഈ 14 എണ്ണം ബൈ ഹാർട്ടാക്കി വെക്കാം. അതുപോലെ തന്നെ ഇതിൽ മൂന്നാമത്തെ അക്ഷരത്തിന് കത്തബ എന്നതിൽ ബാഇന് ഫത്തഹാണ്. ഈ രണ്ടാമത്തെ ബായിനും ഫത്തഹാണ്. എന്നാൽ ഈ ബാഇന് ലമ്മാണ്. മൂന്നാമത്തെ അക്ഷരത്തിന് ലമ്മാണ്. നാലാമത്തെയും അഞ്ചാമത്തെയും ബായിന് ഫത്തഹാണ്. എന്നാൽ അതിന് ശേഷമുള്ള അക്ഷരങ്ങളിൽ മൂന്നാമത്തെ അക്ഷരത്തിന് ഇവിടെ ബായിന് സുക്കൂനാണ് വരുന്നത്. 5 എണ്ണം കഴിഞ്ഞ 6 മുതൽ ബാക്കി 14 വരെയുള്ള മൂന്നാമത്തെ അക്ഷരങ്ങൾക്ക് സുക്കൂനാണ് വരുന്നത്. അത് ശ്രദ്ധിച്ചേക്കാം. കത്തബ്ന, കത്തബത്ത, കത്തബത്തുമാ, കത്തബത്തും, കത്തബത്തി, കത്തബത്തുമാ, കത്തബത്തുന്ന, കത്തബത്തു, കത്തബ്ന. ഇത് ശ്രദ്ധിച്ചു വെക്കാം. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഈ അക്ഷരങ്ങളും മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ ഇത് ഒന്ന് ബൈ ഹാർട്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ എഴുതാൻ കിട്ടും. ലഹബ എന്നാണെങ്കിൽ ലഹബ അവൻ പോയി. ലഹബ അവർ 2 പേർ പുരുഷന്മാർ പോയി. ലഹബു അവരെല്ലാം പുരുഷന്മാർ പോയി. ലഹബത്ത് അവൾ പോയി. ലഹബത്ത അവർ 2 സ്ത്രീകൾ പോയി. ലഹബിന അവരെല്ലാം സ്ത്രീകൾ പോയി. ലഹബത്ത നീ പോയി, ഒരു പുരുഷനോടാണ്. ലഹബത്തുമാ നിങ്ങൾ 2 പുരുഷന്മാർ പോയി. ലഹബത്തും നിങ്ങൾ എല്ലാവരും പോയി, പുരുഷന്മാർ പോയി. ലഹബത്തി നീ പോയി, ഒരു സ്ത്രീയോട്. ലഹബത്തുമാ നിങ്ങൾ 2 സ്ത്രീകൾ പോയി. ലഹബത്തുന്ന നിങ്ങൾ സ്ത്രീകൾ പോയി. ലഹബത്തു ഞാൻ പോയി. ലഹബിന ഞങ്ങൾ പോയി. അതുപോലെ തന്നെ 2-3 എണ്ണം ഇതുപോലെ പറഞ്ഞ് പഠിച്ചു വെക്കാം. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത, ഫഅൽന, ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന. ഖറഅ, ഖറഅ, ഖറഉ, ഖറഅത്, ഖറഅത, ഖറഇന, ഖറഅത, ഖറഅതുമാ, ഖറഅതും, ഖറഅതി, ഖറഅതുമാ, ഖറഅതുന്ന, ഖറഅതു, ഖറഇന. മാളിയുടെ സർഫാക്കുന്ന 14 രൂപങ്ങളാണ് ഈ വീഡിയോയിൽ പഠിച്ചത്. വീഡിയോ 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.